യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തമ്പയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഗ്രഹദൃഷ്ടികൾ അത് എങ്ങനെയാണ് കാണുന്നത്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും. അതായത് എങ്ങനെയാണ് ദൃഷ്ടി എല്ലാവരും ചിന്തിക്കണത്, അതെങ്ങനെയാണ് കാണുന്നത്. എല്ലാ ജ്യോതിഷികളും അങ്ങോട്ടേക്ക് ദൃഷ്ടിയുണ്ട് ഇങ്ങോട്ടേക്ക് ദൃഷ്ടിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആർക്കും എങ്ങും ഒന്നും അറിയുന്നില്ല. അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് അതായത് 12 രാശികളിൽ ഗ്രഹങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും, ലഗ്നഭാവങ്ങൾ നിൽക്കുന്നുണ്ടാവും. ആ ഏതെങ്കിലും നിങ്ങളുടെ ഗ്രഹനില എടുക്കുക. അതായത് നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട് ഗ്രഹങ്ങൾക്ക് ഓരോ ഭാഗത്തിലേക്ക് രാശിയിൽ എവിടെയെങ്കിലും ഗ്രഹങ്ങൾ ഉണ്ടാവും. അതായത് ഞാനിവിടെ രാശി ചാർട്ട് വെച്ചിട്ടുണ്ട്. ഗ്രഹങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അതായത് രാഹു കേതു ഗുളിയൻ ഇവർക്ക് ദൃഷ്ടിയില്ല, ഭാവമില്ല, ഒരു കാരകത്വങ്ങളും ഇല്ലാത്തൊരു ആള്. എല്ലാം 7 ഗ്രഹങ്ങൾ, സൂര്യചന്ദ്രന്മാരടക്കം 7 ഗ്രഹങ്ങൾക്കാണ് ഈ ദൃഷ്ടിയെല്ലാം. നമ്മുടെ ആഴ്ചയുടെ ആധിപത്യം വരെ നമ്മളുടെ ഈ 7 ഗ്രഹങ്ങൾക്കാണ്. ശുക്രൻ, അതായത് ഞായർ നമ്മളുടെ രവിക്ക്, തിങ്കൾ ചന്ദ്രന്, ചൊവ്വ കുജന്, അതേപോലെ തന്നെ ബുധൻ നമ്മൾ ഭൂന്ന് എഴുതിയിട്ടുണ്ടാകും. ശുക്രൻ വ്യാഴത്തിന് ഗുരുവിന്റെ ആധിപത്യം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വെള്ളിക്ക് ശുക്രന്റെ ആധിപത്യം കൊടുത്തിട്ടുണ്ട്. ശനിക്ക് ശനിയുടെ അതായത് മാന്നെഴുതിണ്ടാവും. അങ്ങനെ 7 ഗ്രഹങ്ങൾക്ക് ഒരാഴ്ചയുടെ ആധിപത്യമുണ്ട്. രാഹുവിനോ കേതുവിനോ ഗുളിയനോ ഒരു ഗ്രഹങ്ങൾക്കും ഒരു എന്താ പറയാ ഭാവമില്ല, ദൃഷ്ടിയില്ല, ഒന്നുമേ ഇല്ല. അതുമാത്രമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിൽ എടുക്കണം എന്താണ് ഗ്രഹദൃഷ്ടി, അത് എങ്ങനെയാണ് നോക്കണം നമുക്കിന്ന്. അതിനു മുമ്പായിട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ പേഴ്സണലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തോർത്ത് എൻ്റെ വാട്സപ്പ് നമ്പറോ കോണ്ടാക്ട് നമ്പറോ ഞാൻ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഈ അപൂർണ, അതായത് എൻ്റെ ഗ്രഹനില, ഞാൻ നക്ഷത്രഫലങ്ങൾ പറയുന്നില്ല, കൂറുഫലം ഞാൻ പറയാറില്ല. ലഗ്നം കേന്ദ്രം ഞാനല്ല, ഉത്തമമായ ജ്യോതിഷിൽ പഠിച്ച ആൾക്കാരെല്ലാം, അതായത് വരാഹമിഹിരാചാര്യൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ ലഗ്നമാണ് കേന്ദ്രബിന്ദു. അത് ചാരവശാലും നമ്മുടെ ലഗ്നഭാവങ്ങളെല്ലാം ചിന്തിക്കുന്നത് നമ്മുടെ ഈ ലഗ്നം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന നക്ഷത്രമാണ്, ഇന്ന ഫലം എന്താണെന്ന് ഞാൻ നക്ഷത്ര ഫലം പറയത്തില്ല. 12 രാശിയിൽ കിടക്കണ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമേ ഞാൻ ഫലം പറയുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കമന്റ് ചെയ്യുമ്പോൾ ഇന്ന ഗ്രഹം ഇന്ന ഭാവത്തിൽ നിൽക്കുകയാണ്, ഇന്ന ഗ്രഹം ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണ്, ഒരു ഗ്രഹത്തെ വെച്ചിട്ട് അപൂർണ ജാതകം നിരൂപണം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ വഴി ബന്ധപ്പെട്ടേ പറ്റുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ, പ്രേക്ഷകരുടെ കമൻറ്റുകൾ, നിങ്ങളുടെ കമൻറ്റുകളാണ് എൻ്റെ യൂട്യൂബ് പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഗ്രഹദൃഷ്ടി പരിഗണിക്കുക, എങ്ങനെയാണ് ഗ്രഹദൃഷ്ടികൾ കാണുന്നത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ എഴുതി വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ അത്ര സമയം പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മുൻകൂർ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഇവിടെ രവിയുടെ ദൃഷ്ടി, ചന്ദ്രന്റെ ദൃഷ്ടി, കുജന്റെ ദൃഷ്ടി, ബുധന്റെ ദൃഷ്ടി, ഗുരുവിന്റെ ദൃഷ്ടി, ശുക്രന്റെ ദൃഷ്ടി, ശനിയുടെ ദൃഷ്ടി, ഇത് രാശിയിൽ നിന്ന് എങ്ങനെയാന്ന് നോക്കണം. ഇപ്പൊ മേടം മുതൽ മീനം വരെ, മേടം, മിടവം, മിഥുനം, കർക്കിടക, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പം ഇത് എങ്ങനെയാണ് ഈ രാശികളിൽ നമ്മുടെ ഗ്രഹനിലയിൽ എവിടെയെങ്കിലും എല്ലാം ഗ്രഹങ്ങൾ ഉണ്ടാവും. ശനി ആയാലും കുജനായാലും ശുക്രനായാലും ജാതകത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ആ രാശിയിൽ നിന്ന്, അതായത് ശനി എവിടെ നിൽക്കുന്നോ, അല്ലെങ്കിൽ വ്യാഴം ഏതെങ്കിലും രാശിയിൽ, ഇപ്പൊ ഇടവത്തിൽ നിൽക്കാം, ധനുവിൽ നിൽക്കാം, മിഥുനത്തിൽ നിൽക്കാം, ചിങ്ങത്തിൽ എവിടെയെങ്കിലൊക്കെ നിന്നോളും. പക്ഷെ ആ നിൽക്കുന്ന രാശിയിൽ തന്നെ നിന്നാണ് ദൃഷ്ടി ചെയ്യണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ രവി നോക്കൂ. രവി ഉദാഹരണം രവി എടുക്കുകയാണെങ്കിൽ രവിക്ക് നിൽക്കുന്ന രാശി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. രവി നിൽക്കുന്ന രാശിയിൽ നിന്ന് 7ലേക്ക് ദൃഷ്ടി, അതായത് രവിയുടെ ദൃഷ്ടി നേരെ 7ലേക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് രവിയുടെ ദൃഷ്ടി. അത് 1, 2, 3, 4, 5, 6, 7. അപ്പൊ നിൽക്കുന്ന രാശിയിൽ നിന്ന് 7ലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പൊ രവിക്ക് വേറെ 7ലേക്ക് മാത്രമേ ഉള്ളൂ ദൃഷ്ടി. അതേപോലെ തന്നെ ഈ രവി ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചോളൂ, നേരെ മേടത്തിലേക്ക് ദൃഷ്ടി. അപ്പം ഇങ്ങനെയാണ് ദൃഷ്ടി. അപ്പോൾ ഏതെങ്കിലും രാശിയിൽ രവി ഉണ്ടാവും, അവിടെ നിന്ന് 7ലേക്കാണ് ദൃഷ്ടി വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ചന്ദ്രനും
ചന്ദ്രൻ നമ്മൾ ഉദാഹരണം നോക്കുകയാണ്, ചന്ദ്രൻ ചിങ്ങത്ത് നിൽക്കാന്ന് വിചാരിച്ചോളൂ. ചിങ്ങത്ത് നേരെ ദൃഷ്ടി വരുന്നത് നേരെ കുംഭൻ രാശിയിലേക്കാണ്. അതായത് കുംഭൻ രാശി എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7. അതായത് ദൃഷ്ടി എന്ന് പറയാൻ ചന്ദ്രൻ നിൽക്കുന്ന രാശി, ആ രാശി മുതൽ എണ്ണുക. അവിടുന്ന് 7ാമത്തെ രാശി ഏതാ നോക്കുക. 1, 2, 3, 4, 5, 6, 7ാമത്തെ രാശി എന്ന് പറയുന്നത് കുംഭൻ രാശി. ഇങ്ങനെയാണ് ചന്ദ്രന്റെ ദൃഷ്ടി വരുന്നത്. അപ്പൊ രാശിചക്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ ദൃഷ്ടി ആ രാശി മുതലാണ് എണ്ണി തുടങ്ങേണ്ടത്. ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കോ ആ രാശി മുതൽ എണ്ണ, അതിന്റെ 7ാം ഭാവം നോക്കുക. അങ്ങനെയാണ് ദൃഷ്ടി കാണേണ്ടത്. അടുത്തത് കുജൻ. കുജനും നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കുജൻ മകരത്തിൽ നിൽക്കുകയാണ്. മകരത്തിന്റെ നേരെ ദൃഷ്ടി വരുന്നത് നേരെ കർക്കിടകൻ രാശിയിലേക്കാണ്. അപ്പോൾ ഇവിടെ മുതൽ എണ്ണണം, മകരം മുതൽ എണ്ണണം. മകരം മുതൽ 1, 2, 3, 4, 5, 6, 7. ഇങ്ങനെയാണ് കുജന്റെ ദൃഷ്ടി. പിന്നെ കുജൻ വേറെ പ്രത്യേകം കൂടിയുണ്ട്. കുജൻ 7ലേക്ക് മാത്രം, ഇത് 7ലേക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും 7ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. വിശേഷാൽ ദൃഷ്ടി എന്ന് പറയുന്നത് ഒരു 2 ഗ്രഹത്തിന് കൊടുത്തിട്ടുണ്ട്. അത് 3 ഗ്രഹത്തിന് കൊടുക്കും, ശനിക്കും ഗുരുവിനും കുജനും. ആ വിശേഷ ദൃഷ്ടി കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 4ലേക്ക്, അതായത് കുജൻ നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് കുജന്റെ 4 എന്ന് പറഞ്ഞത് 1, 2, 3, 4. കുജന്റെ 7, കുജന്റെ 8. അപ്പൊ ഇങ്ങനെയാണ്. അതായത് കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഇവിടെ മുതൽ എണ്ണണം, മകരം മുതൽ എണ്ണണം. കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 1, 2, 3, 4ലേക്കും 5, 6, 7, 8ലേക്കും. ഇതാണ് വിശേഷാൽ. 4ലേക്കും 8ലേക്കും വിശേഷാൽ ദൃഷ്ടിയുണ്ട് കുജൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ദൃഷ്ടി കാണേണ്ടത്. അടുത്ത ബുധനും നിൽക്കുന്ന രാശി, ഇപ്പൊ മേടത്തിൽ ബുധൻ നിൽക്കുകയാണ്. ബുധനും നിൽക്കുന്ന രാശിയിൽ നിന്ന് 7ലേക്ക് ദൃഷ്ടി. ബുധൻ വേറെ ദൃഷ്ടിയൊന്നുമില്ല. എല്ലാ ഗ്രഹങ്ങൾക്കും 7ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. വിശേഷാൽ ദൃഷ്ടി എന്ന് പറഞ്ഞത് 3 ഗ്രഹങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ബുധനും 7ലേക്ക് മാത്രമേ ദൃഷ്ടിയുള്ളൂ. ഇതാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. അടുത്ത വ്യാഴം. ഇപ്പൊ നമ്മൾക്ക് ഒരു ഇടവത്തിൽ വ്യാഴം നിൽക്കുക, ഗുരു ഇടവത്തിൽ നിൽക്കുക. ഗുരുവിന് നിൽക്കുന്ന രാശിയിൽ നിന്ന് 5ലേക്ക് 9ലേക്ക് 7ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അതായത് ഗുരുവിന് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഇവിടെ മുതൽ എണ്ണണം. 1, 2, 3, 4, 5. 5ലേക്ക് ഒരു പൂർണ്ണ ദൃഷ്ടിയുണ്ട്. നിൽക്കുന്ന രാശിയിൽ നിന്ന് 7ലേക്ക് ഒരു ദൃഷ്ടിയുണ്ട്. 9ലേക്ക്, അതായത് 7, 8, 9ലേക്ക് ഒരു ദൃഷ്ടിയുണ്ട്. അതായത് ഇടവം 1, മിഥുനം 2, കർക്കിടകം 3, ചിങ്ങം 4, കന്നി 5. 5ലേക്ക് ഒരു ദൃഷ്ടി. 6 എന്ന് പറയുന്നത് തുലാം. 7 എന്ന് പറയുന്നത് വൃശ്ചികത്തിലേക്ക് ദൃഷ്ടി വന്നിരിക്കുന്നു. 8 എന്ന് പറയുന്നത് ധനു. 9 എന്ന് പറയുന്നത് മകരമാണ്. 9, 10, 11, 12. അങ്ങനെ 9ലേക്കും പൂർണ്ണ ദൃഷ്ടി ഉണ്ട്. അതായത് നിൽക്കുന്ന രാശിയിൽ നിന്ന് 9ലേക്ക്, നിൽക്കുന്ന രാശി 7ലേക്ക്, നിൽക്കുന്ന രാശിയിലേക്ക് 5ലേക്ക് ദൃഷ്ടിയുണ്ട്. ഇങ്ങനെയാണ് ഗുരുവിന്റെ ദൃഷ്ടി വന്നിരിക്കുന്നത്. 7ലേക്കും 5ലേക്കും 9ലേക്കും, അതായത് 7ലേക്ക് പൂർണ്ണ ദൃഷ്ടി, 9ഉം 5ലേക്കും ഒരു വിശേഷ ദൃഷ്ടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണുന്നത്. ഈ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ആരോ മാർക്ക് ഇട്ട് നമ്പർ ഇട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത് ശുക്രനും ഈ 7ലേക്കാണ്. ശുക്രൻ രാശിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ശുക്രൻ നമ്മുടെ കുംഭത്തിൽ നിൽക്കുക വിചാരിച്ചോളൂ. ശുക്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് നേരെ ദൃഷ്ടി ചിങ്ങത്തിലേക്ക്. ആ രാശി മുതൽ എണ്ണ 1, 2, 3, 4, 5, 6, 7. അപ്പൊ നിൽക്കുന്ന രാശിയിൽ നിന്ന് 7ലേക്ക് ദൃഷ്ടി. ശുക്രനും 7ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുള്ളൂ, വേറെ രാശിയിലേക്ക് ദൃഷ്ടിയില്ല. അടുത്തത് ശനിക്കും ഒരു 3ലേക്കും 10ലേക്കും വിശേഷാൽ ദൃഷ്ടിയുണ്ട്, പൂർണ്ണ ദൃഷ്ടി. അപ്പൊ ശനി നമുക്ക് വൃശ്ചികത്തിൽ ശനി നിൽക്കുകയാണ്. വൃശ്ചികത്തിൽ ശനി നിൽക്കുമ്പോൾ മന്ദൻ. വൃശ്ചം രാശി മുതൽ എണ്ണ 1, 2, 3. നിൽക്കുന്ന രാശിയിൽ 3, നിൽക്കുന്ന രാശിയിൽ 7. അതായത് നിൽക്കുന്ന രാശി മുതൽ 1 എണ്ണുക, 2 എണ്ണുക, 3 എണ്ണുക, 4, 5, 6, 7. നിൽക്കുന്ന രാശിയിൽ നിന്ന് 3ലേക്ക് ദൃഷ്ടി. നിൽക്കുന്ന രാശിയിൽ നിന്ന് 7ലേക്ക് ദൃഷ്ടി. നിൽക്കുന്ന രാശി 10ലേക്ക് ദൃഷ്ടി. 7, 8, 9, 10ലേക്ക് ദൃഷ്ടി. നിൽക്കുന്ന രാശി 10ലേക്ക് ദൃഷ്ടി. അതായത് 3ലേക്കും ഒരു വിശേഷാൽ ദൃഷ്ടിയുണ്ട്, 7ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്,
10ലേക്ക് ഒരു വിശേഷാൽ ദൃഷ്ടിയുണ്ട്. അപ്പൊ ശനിക്ക് 3, 7, 3 എന്ന് പറഞ്ഞ മകരം, വൃശ്ചികത്തിൽ നിന്ന് ശനി നിൽക്കെ ആ രാശി മുതൽ 3ാമത്തെ രാശി മകരമാണ്, അതിന്റെ 7ാമത്തെ രാശി ഇടവമാണ്, അതിന്റെ 10ാമത്തെ രാശി നമ്മുടെ ചിങ്ങമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ വരച്ച് കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് രവിക്ക് 7ലേക്ക് ദൃഷ്ടി, ചന്ദ്രൻ 7ലേക്ക്, കുജൻ 7, 4, 8ലേക്ക്, ബുധൻ 7ലേക്ക്, ഗുരുവിന് 7, 9, 5, ശുക്രൻ 7, ശനിക്ക് 3, 3, 7, 10ലേക്ക്. ഇങ്ങനെയാണ് ദൃഷ്ടി പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രഹം നിങ്ങൾ ചിന്തിക്കുക, ശനി ഇവിടെ നിൽക്കുക, ശനി ഈ രാശിയിൽ നിൽക്കുക, ഭാവാൽ ശനി ഇങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾ പറയും ഭാവച്ചാട്ടിൽ ശനി ഭാവാൽ മാറുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശനി ഭാവാൽ മാറിയിട്ടുണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് ദൃഷ്ടി പരിഗണത്? നിൽക്കുന്ന രാശി, ഇപ്പൊ ഭാവാൽ മാറിയെങ്കിലും നിൽക്കുന്ന രാശിയിൽ നിന്നാണ് ദൃഷ്ടി പരിഗണിക്കുന്നത്. ഭാവാൽ ഗ്രഹങ്ങൾക്ക്, ചില ഗ്രഹങ്ങൾക്കൊക്കെ ഭാവാൽ മാറ്റം വരും. ശനി ഇവിടെ ഇവിടെ ലഗ്നം വരിക, ശനി 2ലെന്ന് വിചാരിക്കും, പക്ഷേ ഭാവാൽ 2ൽ നിന്നും 3ലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് ഭാവത്തിൽ മാറിക്കഴിഞ്ഞപ്പോൾ ശനി 2ന്റെ ഫലമല്ല കിട്ടുക, ലഗ്നം മീനമാണ്, 2ന്റെ ഫലമല്ല കിട്ടുക, 3ന്റെ ഫലമായിരിക്കും കിട്ടുക. പക്ഷേ ദൃഷ്ടി പരിഗണിക്കുന്നത് നേരെ ഈ നിൽക്കുന്ന രാശിയിൽ നിന്നാണ്, നിൽക്കുന്ന രാശിയിൽ നിന്നാണ് പരിഗണിക്കുന്നത്. 1, 2, 3 ഇതിലേക്ക് ദൃഷ്ടിയുണ്ട്, 10ലേക്ക് ദൃഷ്ടിയുണ്ട്. ഇങ്ങനെയാണ് ദൃഷ്ടി, അതായത് നേരെ 3ലേക്കും 10ലേക്കും ശരിക്ക് ദൃഷ്ടിയുണ്ട് എന്നുള്ളതാണ് ശനി നിൽക്കുന്ന രാശിയിൽ. പക്ഷെ ഭാവാലല്ല നോക്കണത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ഗ്രഹ യോഗ, ശനി ശുക്രൻ മന്ദൻ, ഇവർ യോഗം ചെയ്തു കഴിഞ്ഞ് ഇപ്പോൾ ദൃഷ്ടി, ഇപ്പൊ ഭാവാൽ ശുക്രൻ ഇങ്ങോട്ട് മാറി എന്ന് വിചാരിച്ചോളൂ, ശനി ഭാവാൽ, ഇനിയിപ്പോ ശനി അവിടെ നിൽക്കാന്ന് വിചാരിച്ചോളൂ, ശുക്രൻ ഭാവാൽ മാറി. അപ്പൊ ഇവർ യോഗം എങ്ങനെയാ ചിന്തിക്കുന്നത് പറയും. ഈ യോഗം ചെയ്യുന്നതും ദൃഷ്ടി ചെയ്യുന്നതും ഒരു രാശിയിൽ നിന്നാണ്. ഭാവാൽ മാറിയെങ്കിലും ദൃഷ്ടി യോഗം ഒരു രാശിയിൽ നിന്നാണ്. ഇപ്പം യോഗം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം രവി ശുക്ര യോഗം എന്ന് വിചാരിച്ചോളൂ. ഈ രവി ശുക്രന് യോഗം ചെയ്യുമ്പോൾ രംഗകലകളിൽ നിന്നും ആയുധ കലകളിൽ നിന്നും വരുമാനം. കാരണം ബിസിനസിന്റെ കാരകത്വമുണ്ട്, ഡാൻസ്, പാട്ട്, കാർട്ടൂൺ, അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം, നൃത്തങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ശുക്രനുണ്ട്. ആയുധ കാരകൻ ബുധനാണ്, സർക്കാരിലെ ജോലി കിട്ടാൻ സാധ്യത. വൈദ്യകാരകനാണ് ഈ രവി, ബുധനല്ല, രവി. അപ്പോൾ ഈ രവി ശുക്ര യോഗം ചെയ്യുമ്പോൾ രംഗകലകളിൽ നിന്നും ആയുധ കലകളിൽ നിന്നും വരുമാനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പോൾ ഭാവാൽ ശുക്ര മാറിയെങ്കിലും ദൃഷ്ടിയും യോഗവും ഒരു രാശിയിൽ നിന്നുകൊണ്ടാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ദൃഷ്ടിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോസ്. അപ്പൊ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.